പ്രിയമുള്ള കുട്ടികളെ, നമ്മളിനി പഠിക്കുന്ന പാഠം കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ളതാണ്. ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് നോക്കുക. നമുക്കൊരു ഫ്രീ കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. വി നോ ദാറ്റ് ഇൻ എ കണ്ടക്ടർ ദെയർ ആർ ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ദീസ് ഫ്രീ ഇലക്ട്രോൺസ് ആർ ഇൻ റാൻഡം മോഷൻ. They are moving in all possible directions with all possible velocities. ആ രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു കണ്ടക്ടറിൻ്റെ ഒരു സാമ്പിൾ മാത്രമായിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഡയറക്ഷനിലും ഈ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണ്. എ ബി എന്ന് പറയുന്ന ഭാഗത്തെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ ക്രോസ് സെക്ഷനിലെ ഏരിയ എ എന്ന് പറയുന്ന ഏരിയ എന്ന് വിചാരിക്കുക. ഏരിയ ക്രോസ് ചെയ്തിട്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പോകുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ബൈ സിമെട്രി ദ സെയിം ആയിരിക്കും. എത്ര ഇലക്ട്രോൺസ് റൈറ്റിലേക്ക് പോകുന്നു അത്രയും തന്നെ ലെഫ്റ്റിലേക്ക് വരുന്നു. റാൻഡം എന്ന് പറയുമ്പോൾ എല്ലാ ഡയറക്ഷൻ പോകും. നമ്മളിപ്പോൾ ഇതിന് നോർമലായിട്ട് ക്രോസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രത്യേക കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ റൈറ്റിലേക്ക് ക്രോസ് ചെയ്യുന്ന അത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തന്നെ ലെഫ്റ്റിലേക്ക് ക്രോസ് ചെയ്യുന്നവർക്ക് കണക്കാക്കാൻ പറ്റും. കാരണം ഒരു പ്രത്യേക ഡയറക്ഷനിൽ പോകാനായിട്ട് പ്രത്യേക ഒരു പ്രിഫറൻസ് ഒന്നും ഈ ഇലക്ട്രോൺസിന് ഇല്ല. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അതുകൊണ്ട് നമ്മൾ പുറമേ നിന്ന് യാതൊരു ഇലക്ട്രിക് ഫീൽഡും കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സോഴ്സുമായിട്ട് ഇതിനെ ബന്ധിപ്പിച്ചില്ലെങ്കിൽ ദ നെറ്റ് കറണ്ട് ഇൻ ദ കണ്ടക്ടർ വിൽ ബി 0 ഈവൻ ദോ ദർ ആർ എ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ. അടുത്ത കേസിൽ വെൻ ദ കണ്ടക്ടർ ഈസ് കണക്റ്റഡ് ടു എ സോഴ്സ്, ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ പോസിറ്റീവ് പി എന്ന് പറയുന്ന എൻഡിലും നെഗറ്റീവ് ക്യൂ എന്ന് പറയുന്ന എൻഡിലും കൊടുത്തിരിക്കുകയാണ്. Now the electrons inside, free electrons inside the conductor will be accelerated opposite to the direction of the electric field. Electric field റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഡയഗ്രത്തിൽ. അപ്പോൾ ആ രീതിയിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് കൊണ്ട് ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ചാർജ് ഫ്ലോ ചെയ്യുന്നതായിട്ട് കണക്കാക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഇതുപോലെ തന്നെ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇഫ് യു ഇമാജിൻ ആൻ ഏരിയ എ, ദെൻ ദ charges flowing across the area will be due to electrons in this case. നമുക്കറിയാം electricity or electric current is due to the flow of charges, positive charges, negative charges, and in metals the flow will be due to electrons. In discharge tube it will be due to the movement of positive ions and negative ions or electrons, and in the case of electrolytic solutions the current flow will be due to the motion of ions, radicals, etc. So in general, if there is a net flow of electric charge across an area, we say that there is an electric current through the area. അത് വെച്ചുകൊണ്ട് നമ്മൾ കറണ്ടിന് ഡെഫിനിഷൻ കൊടുക്കുകയാണ്. സപ്പോസ് എ ചാർജ് ക്യൂ flows through a conductor. When a steady current flows through a conductor, let Q be the amount of charge flowing through the conductor in a time small t, then the current flowing through the conductor, that means steady current flowing through the conductor is given by Q by T. I is equal to Q by T is the steady current flowing through the conductor. That means if the flow of charge is steady, that means if equal amounts of charges flow through the conductor in equal intervals of time, in that case we say that the current flowing through the conductor is a steady current. If the current is steady current, then we can find the value of the steady current as the ratio of Q to T, where Q is the amount of charge flowing across an area in a time t. Now if the current is not steady current അല്ലെന്ന് വിചാരിക്കുക, വേരിയബിൾ കറണ്ട് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ in that case we can define the average current as I is equal to delta Q divided by delta T, where delta Q is a very small amount of charge flowing for a very small interval of time delta T, and so this ratio delta Q by delta T gives the average electric current flowing through the conductor during the ഇൻ്റർവൽ ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറയുന്ന ഇൻ്റർവൽ എടുക്കുമ്പോൾ ഒരു ആവറേജ് ഇലക്ട്രിക് കറണ്ടാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇനി വി ക്യാൻ ഡിഫൈൻ ദ ഇൻസ്റ്റൻറ്റാനിയസ് ഇലക്ട്രിക് കറണ്ട്. ഇഫ് ദ current flowing through the conductor is a variable current, then we
how to define instantaneous current. That means current flowing through the conductor at any instant. Instantaneous current is the current flowing through the conductor at any instant. It may be defined as the limiting value of this average current as delta t tends to 0. So the instantaneous current is given by I equals limit delta t tends to 0 of the ratio delta q by delta t. From calculus we know that this expression is simply written as dq by dt, or it is the first derivative of charge with respect to time. So instantaneous current through any conductor is equal to the instantaneous rate of change of charge with respect to time, or it is derivative of charge with respect to time, given by dq by dt. From this we see that the unit of current is the ratio of charge to time, and it is called ampere, and 1 ampere is given by 1 ampere എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ampere equals 1 coulomb. 1 coulomb divided by 1 second. 1 ampere equals 1 coulomb by 1 second. അതിൻ്റെ notation capital A. Capital A equals coulomb by second. Now this is the definition of electric current. So what is the definition of electric current? Electric current is the flow of charges through an area. If charges flow crossing an area, then we say that there is an electric current. If delta q is the amount of charge flowing for a time delta t, then the average rate of change of charge, or the average current flowing through the conductor is given by I is equal to delta q by delta t. If the current is steady current, then the steady current is given by I is equal to q by t, where q is the amount of charge flowing for a time small t. If the current is steady, then the average value and the steady current will be the same. In the case of variable current, we define the instantaneous current as the limiting value of delta q by delta t, as delta t tends to 0, and it is the derivative and given by dq by dt. Okay. Now what is the direction of electric current? Direction of electric current is considered to be from the positive terminal to the negative terminal. കാരണം പണ്ട് മുതലേ കണക്കാക്കിയിരുന്നത് പോസിറ്റീവ് ചാർജസിൻ്റെ ഫ്ലോ ആണ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളതാണ്. അത് പോസിറ്റീവ് ടേമിൽ നിന്ന് നെഗറ്റീവ് ടേമിലേക്ക് പോകുന്നു എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീടുണ്ടായ പല കണ്ടുപിടുത്തങ്ങൾ, ഡെറിവേഷൻസൊക്കെ വന്നത്. ആ ഒരു അടിസ്ഥാനം ഇപ്പോഴും നിലനിൽക്കുന്നു. Direction of conversion current is from a positive terminal to the negative terminal through the external circuit. ഈ സെല്ലിൻ്റെ വെളിയിലുള്ള സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അത് പോസിറ്റീവ് ചാർജിൻ്റെ ഫ്ലോ ആയിട്ട് ആണ് പരിഗണിച്ചിരുന്നത്. പക്ഷേ ഒരു കണ്ടക്ടർ നമുക്കറിയാം, ഇലക്ട്രിക് കറണ്ട് ഈസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്, ആൻഡ് ദാറ്റ് ഈസ് ഫ്രം ദ നെഗറ്റീവ് ടെർമിനൽ ടു ദ പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ഇലക്ട്രോണിക് കറണ്ട് ഉള്ളത്. പക്ഷേ കൺവെൻഷണൽ കറണ്ട് ഫ്ലോസ് ഫ്രം ദ പോസിറ്റീവ് ടെർമിനൽ ടു ദ നെഗറ്റീവ് ടെർമിനൽ. ആ രീതിയിൽ നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ ബേസിലാണ് നമ്മളുടെ എല്ലാ ഡെറിവേഷൻസും വരുന്നത്. ഓക്കെ. ഇനി ആംബിയറിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ആംബിയർ? ആംബിയർ മേ ബി ഡിഫൈൻഡ് ആസ് ദ സ്റ്റഡി കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇഫ് എ ചാർജ് ഓഫ് 1 coulomb ഫ്ലോസ് in 1 second. We have the equation steady current I equals q by t. If the flow of current is due to small n charge carriers, each of charge small e, the electronic charge, then we have q is equal to ne, and I is equal to ne divided by t. ആ കേസിൽ അങ്ങനെ പറയാൻ പറ്റും. അതായത് n ചാർജ് കാരിയേഴ്സ്, ഈ ക്യാരിയിങ് ചാർജ് ഇ,
അത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും ആകാം. എമൗണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ചാർജിന് തുല്യമാണ്. ഈസ് ദ ഇലക്ട്രോണിക് ചാർജ്. സോ ദ ചാർജ് ഫ്ലോയിങ് ഫോർ എ ടൈം t is given by q is equal to ne and I is equal to ne by t. Now if an electron revolves in a circular path, ഒരു സർക്കുലർ പാത്തിൽ, ഫോർ എക്സാമ്പിൾ ഇൻ ദ ഓർബിറ്റ് ഓഫ് എൻ ആറ്റം, സേ ഹൈഡ്രജൻ ആറ്റം, അങ്ങനെയുള്ള ആറ്റത്തിൻ്റെ ഓർബിറ്റിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കേസിൽ നമുക്ക് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ പറയാൻ പറ്റും. കാരണം എന്താണ്? കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജസ് ആണ്. ഇലക്ട്രോൺ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതും ഒരു കറണ്ട്, സർക്കുലർ ആയിട്ടുള്ളൊരു കറണ്ട് രൂപീകരിക്കുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇൻ ദാറ്റ് കേസ് കറണ്ട് ഈസ് ഗിവൺ ബൈ ദ ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. ചാർജ് ഇ എന്ന് പറയുന്ന ചാർജാണ് റിവോൾവ് ചെയ്യുന്നത്. ആ സർക്കുലർ പാത്തിൻ്റെ ഒരു ഭാഗം, ഒരു പോയിൻ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ പോയിൻ്റ് കടന്ന് അതിൻ്റെ പീരീഡ് ഓഫ് റെവല്യൂഷനിൽ പോകുന്ന ചാർജ് എന്ന് പറയുന്നത് ഇ തന്നെയാണ്. സോ ഐ ഇസ് ഈക്വൽ ടു ഇ ബൈ ക്യാപിറ്റൽ ടി എന്ന് പറയാൻ പറ്റും. ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ദ ഇലക്ട്രോൺ. അപ്പോൾ ഇ ബൈ ടി എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമുക്കറിയാം 1/t ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഇലക്ട്രോൺ. സോ വി ക്യാൻ റൈറ്റ് ദിസ് ടു ബി എഫ് ഇ, വേർ എഫ് ഈസ് ദ നമ്പർ ഓഫ് റെവല്യൂഷൻസ് മെയ്ഡ് ബൈ ദ ഇലക്ട്രോൺ പെർ സെക്കൻഡ്. 1/t എഫ് ആയതുകൊണ്ട് എഫ് ഇ എന്ന് പറയാൻ പറ്റും. ഇതൊരു എക്സ്പ്രഷനാണ്. കറണ്ടിൻ്റെ വേറൊരു എക്സ്പ്രഷൻ ഡ്യൂ ടു ദ മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇവിടെ ഇലക്ട്രോണാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ പറയാം. ഇഫ് എ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സേ 5 into 10⁻20 ഇലക്ട്രോൺസ് passes through the cross section. If 5 into 10⁻20 electrons passes through the cross section of a conductor in a time 10 seconds, 10 സെക്കൻഡിൽ പാസ് ചെയ്യുന്നു. ഒരു കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷൻ കടന്നിട്ട് ഇത്രയും ഇലക്ട്രോൺസ് 10 സെക്കൻഡ് പാസ് ചെയ്യുന്നു. ദെൻ വാട്ട് വിൽ ബി ദ കറണ്ട് ഫോംഡ്? അപ്പോൾ അവിടുത്തെ കറണ്ട് എന്തായിരിക്കും? കറണ്ട് ഐ ഈസ് ഗോൺ ബൈ ക്യൂ ബൈ സ്മോൾ ടി. ഹിയർ ക്യൂ ഈസ് ഈക്വൽ ടു n into e and time is 10 second. So this is equal to n means n is 5 into 10⁻20 into e means the electronic charge is given to be 1.6 into 10⁻⁻19 coulomb. Therefore this divided by time means 10. So we get 8.0 amperes is the current. 8.0 into 10⁻, എന്താ വരിക? ഇവിടെ 10 വരും, ദെൻ ഈ 10 ആയിട്ട് ക്യാൻസൽ ചെയ്യും. അപ്പോൾ കിട്ടുന്നത് 8.0 amperes കിട്ടും. നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ഇൻ എ ഹൈഡ്രജൻ ആറ്റം an electron revolves with a speed of 2.2 into 10⁻6 meter per second. The orbit has a radius given by r equals 5 into 10⁻11 meter, minus 11 meter, 5 into 10⁻11 meter. The problem is that in a hydrogen atom an electron revolves in a circular orbit with a speed of 2.2 into 10⁻6 meter per second, and the radius of the circular orbit is 5 into 10⁻11 meter. Then what is the circular current formed? സർക്കുലർ പാത്തി മൂവ് ചെയ്യുമ്പോൾ, ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. വി ഹാവ് കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ടി. ഹിയർ ക്യൂ മീൻസ് ഇലക്ട്രോണിക് ചാർജ് ഇ, divided by time means what is the time here? Time can be calculated by this equation, that means 2 pi r divided by v. 2 pi r is the circumference of the circular path. അതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് ആണ് 2 pi r എന്ന് പറയുന്നത്. ആ 2 pi rൽ എത്ര v ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കുമെന്ന് കിട്ടും. ഡിസ്റ്റൻസ് ആൾ ഡിവൈഡഡ് ബൈ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ടൈം ടേക്കൺ ടു റിവോൾവ് വൺസ് ആയിരിക്കും. അതിൻ്റെ പീരീഡാണിത്. ആ പീരീഡ് ആകുന്ന ടൈം കൊണ്ട് മൂവ് ചെയ്യുന്ന ആ ചാർജായ ഇയെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. സോ
we get the relation for current as a EV divided by 2 pi R. Values എല്ലാം കൊടുക്കുകയാണെങ്കിൽ E means electronic charge 1.6 into 10 raised to minus 19 into V means 2.2 into 10 raised to 6 divided by 2 into 3.14 into radius means 5 into 10 raised to minus 11. If we find the value, then we will get the answer to be 1.12 into 10 raised to minus 3 ampere. Okay. The next term which we study is a current density. Current density is the current flowing per unit area. It is the ratio of the current to the area through which the current flows. So current density is given by J is equal to I divided by A, or we have the relation I is equal to J into A. Current density is defined as the ratio of the current to the area. Then actually the current density is a vector quantity. We know that I is a scalar quantity. So I or current can be defined as the scalar product of current density and the area through which the current passes. So I can be written as a J vector dot A vector. Current is the dot product of current density and the area vector. ഈ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ആ ഡയറക്ഷന് ലംബമായിട്ടുള്ള ഏരിയ, കറണ്ടിൻ്റെ ഡയറക്ഷനിലായിരിക്കും ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ. അതും കറണ്ട് ഡെൻസിറ്റി ആയിട്ടുള്ള ഡോട്ട് പ്രോഡക്റ്റാണ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? വാട്ട് ഇസ് ദി യൂണിറ്റ് ഓഫ് കറണ്ട് ഡെൻസിറ്റി? യൂണിറ്റ് ഓഫ് കറണ്ട് ഡെൻസിറ്റി വിൽ ബി ആംബിയർ ഡിവൈഡഡ് ബൈ meter square. Ampere per meter square. So current density is numerically equal to the current per unit area of cross section. Current density is numerically equal to the current per unit area of cross section. Current is a scalar quantity, but current density is a vector quantity. When current flows through a conductor of a uniform cross section, then both the current and the current density will be in the same direction, and also I is equal to J into A. If the area of cross section of the conductor varies from point to point, then current density also varies from point to point, even though the current remains the same throughout the motion, as there is no accumulation of electric charge during the flow. Okay. Now we study Ohm's law. Ohm's law states that the steady current flowing through a conductor is directly proportional to the potential difference between its ends when physical conditions like temperature, physical strain, etc. remain the same. There is the steady current I flowing through a conductor is directly proportional to the potential difference between its ends. I proportional to V when physical conditions like temperature, physical strain, etc. remain the same. I proportional to V means V proportional to I. So we can write V is equal to R into I, where R is called the resistance of the conductor. It is a constant called the resistance of the conductor. So we can write R as V by I. It is the ratio of potential to current, and the unit of resistance will be volt by ampere, and it is called ohm. Unit of resistance is a ohm, or it has the symbol ohm.
അതാണ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഓംസ് ലോ? ഓംസ് ലോ says that the steady current flowing through a conductor is directly proportional to the potential difference between its ends when physical conditions like temperature, physical strain, etc. remain the same. If we draw a graph between I and V, if I is plotted along the y-axis and V along the x-axis, then the graph will be a straight line passing through origin. This will be the graph. If voltage is reversed, then current will also be reversed. In that case, minus V and this is minus I. We can denote like that. If theta is the angle made by the straight line graph with the positive direction of x-axis, this is the x-axis and this is the y-axis. Then the slope of the line, that means tan theta, gives I by V, that means 1 by R. 1 by R is known as the conductance of the material. The materials which obey Ohm's law are called ohmic conductors. Metals are generally ohmic conductors. But devices like thermistor, vacuum tubes, crystal rectifiers, etc. are non-ohmic. Their graphs will not be straight line. Their graphs will be non-linear, and they are called non-ohmic devices. The devices which do not obey Ohm's law are known as non-ohmic devices. Example: thermistor, crystal rectifiers, vacuum tubes, etc. Now what are the factors? On which a resistance of a conductor depends? The resistance of a conductor R is directly proportional to the length of the conductor. ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത് വർദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ റെസിസ്റ്റൻസ് നേരിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് R is proportional to L, and also the resistance decrease with the increase of area, or R is inversely proportional to the area of cross section of the conductor. Combining these two, we can write R proportional to length by area. This means R is equal to constant into L by A. This constant rho is called the resistivity of the material. The constant rho is called the resistivity of the material. We can define the resistivity by putting L equals, if L equals 1 and A equals 1, then we see that rho is equal to R. അപ്പോൾ എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? റെസിസ്റ്റിവിറ്റി ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിങ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, യൂണിറ്റ് ലെങ്ത് ഉള്ളൊരു കണ്ടക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ദ യൂണിറ്റ്, റെസിസ്റ്റിവിറ്റി ഹാസ് ദ യൂണിറ്റ് ഓം മീറ്റർ. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. അത് ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. R ഇൻറ്റു എ ബൈ എൽ ആണ് റോ എന്ന് പറയുന്നത്. R ഇൻറ്റു എ ബൈ എൽ, ദാറ്റ് മീൻസ് ഓം ഇൻറ്റു മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ മീറ്റർ, ദാറ്റ് മീൻസ് ഓം മീറ്റർ. ഓം മീറ്റർ ഇസ് ദ യൂണിറ്റ് ഓഫ് resistivity. Now the reciprocal of resistivity is called conductivity. It is represented by sigma. Sigma equals 1 by rho. 1 by rho. Sigma is the conductivity. It is equal to 1 by rho. Conductivity has the unit ohm raised to ohm centimeter raised to or ohm meter raised to minus 1. It has the unit ohm meter raised to minus 1. Ohm raised to minus 1, meter raised to minus 1 is the unit of conductivity, and unit of resistivity means ohm meter. Ohm meter, this may be written as OHM. Now we are going to find the relationship between current density and intensity of electric field. We have by Ohm's law V is equal to I into R, but
we have found that the resistance R is given by rho into L by A. Resistance R is equal to rho into L by A. And also, if L is the length of the conductor and V is the potential difference between the ends, then clearly V is equal to L into E, where E is the intensity of electric field inside the conductor. That means here we can write the equation as E into L. E into L equals I rho L by A, or we get E equals I into rho by A. I into rho by A, or I by A means J. So we get J rho. E is equal to J into rho. നമുക്ക് അങ്ങനെ ഒരു റിലേഷൻ കിട്ടി. E എന്ന് പറയുന്നത് J into rho ആണ്. The current density J. The current density J has the direction same as that of the intensity of electric field. So we can write E vector equals rho into J vector. Both the intensity of electric field and the current density J vector has same direction. So we can write like this: E vector equals rho into J vector, or the expression for J vector will be 1 by rho into E vector. But 1 by rho is the conductivity. Rho is the resistivity, its reciprocal. 1 by rho is the conductivity and is represented by sigma. So sigma I into E vector. So we get the relation between the current density and the intensity of electric field developed inside the conductor when the voltage is applied as J vector equals sigma I into E vector. Both are in the same direction. E vector and J vector are in the same direction. This is the relation between J vector and E vector. Okay.